അറിയാതെയോ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോഴ് എക്യുബ് പറഞ്ഞതുപോലെ ഒരു കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ, ഒരാഴ്ച മുമ്പുള്ള ഒരു ഡിസ്കഷനിൽ ഉയർത്തിയ പോയിന്റ് ഓഫ് വ്യൂ ഇതായിരുന്നു. അതായത് പുറപ്പാട് പുസ്തകം 3:13-14 അതുപോലെ തന്നെ 6:2-3 യഹോവയായിട്ട് സാക്ഷാൽ ദൈവമായ യഹോവ ഇസ്രയേലിന് വെളിപ്പെടുന്നത്. പിന്നെ എങ്ങനെ അബ്രഹാം ആ യഹോവ ഇറേ എന്നുള്ള പദമൊക്കെ ഉപയോഗിച്ചു? അബ്രഹാമിന്റെ കാലത്ത് യഹോവയെ കുറിച്ച് അറിയത്തില്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ യഹോവ ഇറേ എന്നുള്ള പദം ഉപയോഗിച്ചു? അപ്പം ആ വാക്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാനായിരിക്കാം ഒരു പക്ഷെങ്കില് നഹാസ് ശ്രമിച്ചതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാല് മോശയുടെ കാലത്തിന് മുമ്പും വാസ്തവത്തില് ദൈവത്തെക്കുറിച്ച്, യഹോവയെക്കുറിച്ചുള്ള ധാരണ ജനത്തിനുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്നുള്ള പേരിൽ ഐ ആം ജഹോവ, നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അങ്ങോട്ട് എടുത്തു കൊടുത്തേച്ച് ഐ ആം സോ ആൻഡ് സോ, ഞാൻ ഇന്ന ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഫോർമലായിട്ട് യഹോവ എന്നുള്ള നാമത്തിൽ ആദ്യമായിട്ട് ദൈവം പ്രത്യക്ഷമാകുന്നത് മോശയിലൂടെ ഇസ്രയേലിനാണ്. എന്നാൽ അതിനു മുമ്പ് യഹോവയെ കുറിച്ചുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അല്പം ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിലേക്ക് പോയാല് ഈ ടെട്രാഗ്രാമൻ അല്ലെങ്കിൽ ചതുരാക്ഷരങ്ങൾ, ഗ്രമേറ്റൻ അല്ലെങ്കിൽ ചതുരാക്ഷരങ്ങൾ, 4 അക്ഷരങ്ങൾ ചേർന്ന വാക്കാണ് യഹോവ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത്. അത് വാസ്തവത്തില് യോധ് ഹേ വാവ് ഹേ, അതില് യോധ് എന്നുള്ള പറയുന്ന ആ വാസ്തവത്തിൽ ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ നമ്മൾ അത് ഏതെങ്കിലും ഒരു ഇന്റർലീനിയറിലൊക്കെ നോക്കിയാൽ നമുക്കത് കാണാം. ആ യോധ് ഹേ വാവ് ഹേ, ആ യോധ് എന്ന് പറയുന്നത് അതൊരു സിംഗുലർ മസ്കുലൈൻ പദമാണ്. യഹോവയുടെ ജെൻഡറും അതുപോലെ സിംഗുലർ ആണ് എന്ന് വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു അക്ഷരമാണ് ആ യോധ് എന്നുള്ളത്. അപ്പം പിന്നെ ബാക്കിയുള്ള ആ പദങ്ങളാണ് ദൈവത്തിന്റെ യഥാർത്ഥ നാമത്തെ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. YHWH, യോധ് ഹേ വാവ് ഹേ, അതാണ് ആ പദം. അപ്പൊ ആ കാലത്ത് വാക്കുകൾക്ക് വൗവൽസ് ഇല്ലായിരുന്നു. അത് അറബിക്ക് ഉൾപ്പെടെയുള്ള മിക്ക ലാംഗ്വേജസിനും ആദ്യകാലത്ത് വൗവൽസ് ഇല്ലായിരുന്നു. വൗവൽസ് ഒരു ലേറ്റർ ഡിസ്കവറിയാണ് ലാംഗ്വേജില്. വാസ്തവത്തില് വൗവൽസ് ആഡ് ചെയ്തത് മസോററ്റിക് ടെസ്റ്റിലാണ്, ഹീബ്രു ബൈബിളില്. അത് 6-ാം നൂറ്റാണ്ടിന് ഒക്കെ അടുപ്പിച്ചുള്ള കാലത്താണ്. മസോററ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, മസോററ്റിക് എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ, ഒരു കൂട്ടം ശാസ്ത്രിമാര് വൗവൽസ് ആഡ് ചെയ്ത് അങ്ങനെയാണ് ഇന്നത്തെ ഫോമിലാക്കി. അപ്പം ഈ യാഹ്വേ അല്ലെങ്കിൽ യോധ് ഹേ വാവ് ഹേ എന്ന് മോശയോട് ദൈവം സ്വന്തം പേര് വെളിപ്പെടുത്തിയ, ഇപ്പൊ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു വെച്ച് ഐ ആം ജെയിംസ് എന്ന് പറയുന്നത് പോലെ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് യോധ് ഹേ വാവ് ഹേ എന്നുള്ള 4 അക്ഷരങ്ങൾ ചേർത്താണ്. ആ 4 അക്ഷരങ്ങൾ വാസ്തവത്തില് പിന്നീട് അധികമായിട്ട് ഉപയോഗിച്ചില്ല. യഹൂദന്മാർക്ക് ഈ പദം ഉപയോഗിക്കാനായിട്ട് പേടിയായിരുന്നു. പ്രത്യേകിച്ച് 3 സെഞ്ച്വറി AD ശേഷം ആ പദം അവരങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. അതിനു പകരം അഡോണായി എന്നുള്ള അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പദമാണ്, അല്ലെങ്കിൽ ലോഡ് എന്നുള്ള പദമാണ് അവർ പിന്നീട് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, പുറപ്പാട് ദിവസം 20:7 എന്റെ നാമം വൃഥാവെടുക്കരുത് എന്നൊരു കൽപ്പനയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് അഡോണായി സാധാരണ യാഹ്വേക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആൻഷ്യൻ ഹീബ്രു റൈറ്റിങ്ങില് ഈ ജെ സൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് യായ്ക്ക് പുതിയ ഇംഗ്ലീഷൊക്കെ വന്നപ്പോഴും അതുപോലെ ലത്തീൻ ഭാഷയൊക്കെ വന്നപ്പോഴും ജെ ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ടാണ് ഈ യാഹ്വേ എന്നുള്ള പദം ജഹോവ എന്നുള്ള പദമായിട്ട് മാറിയത്. ആ ജഹോവയാക്കാനായിട്ട് അവര് ഈ യാഹ്വേ എന്നുള്ള പദത്തിന്റെ കൂട്ടത്തില് അഡോണായിലെ വവൽസും കൂടെ ചേർത്തു. അഡോണായിലെ വവൽസും കൂടെ ചേർത്ത് അങ്ങനെയാണ്
ടെട്രാ ഗ്രമേറ്റനിലെ ആ യാഹ്വേ എന്ന് വൗവൽസ് ഇല്ലായിരുന്ന പദത്തെ ജഹോവ എന്നുള്ള പദമാക്കി എടുത്തത്. ഈ യാഹ്വേ എന്നുള്ള പദം നേരത്തെ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും ജഹോവ എന്നുള്ള പദം, യാഹ്വേ എന്നുള്ള പദം ഏകദേശം 12ാം സെഞ്ചുറി തൊട്ട് ഉപയോഗിച്ച് തുടങ്ങി. എന്നാൽ യഹോവ എന്നുള്ള പദം 16ാം സെഞ്ചുറിയിലൊക്കെയാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പൊ ഈ യഹോവ എന്നുള്ള പദം നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജനീവ ബൈബിളിലും കിങ് ജെയിംസ് വെർഷനിലും ഒക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. പലയിടത്തും ഒറിജിനലിൽ യഹോവ എന്ന് വരുന്നിടത്ത് ലോർഡ് എന്ന് പറഞ്ഞാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഞാൻ ഈ ഗോഡ്, ജഹോവ എന്നുള്ള 2 തരം യൂസേജസ് ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഗോഡ് എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിമാണ്, അല്ലെങ്കിൽ ഒരു കോമൺ നെയിമാണ്. അത് ഒരു പൊതു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പൊതു കൂട്ടത്തെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഇപ്പം സിറ്റി അല്ലെ കാറ്, ട്രീ, ഇതിനൊക്കെ ഒരു കൂട്ടത്തെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിൽ മാനവവർഗം, ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ബീയിങ്, ഇതൊരു കാറ്റഗറിയെ ഉപയോഗിക്കുന്നതാണ്. ഗോഡ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി നെയിമാണ്. അപ്പം ഗോഡ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി നെയിമാണ്, പൊതുവായിട്ട് പറയുന്ന ഒരു പദമാണ്. അതിനകത്ത് ഇപ്പം കാറുകൾ എടുത്താൽ അനേക തരം കാറുകളുണ്ട് അതിനകത്ത്. മാത്രമല്ല ഓരോ തരത്തിലും ധാരാളം എണ്ണം കാറുകളുണ്ട്. അപ്പം കോടിക്കണക്കിന് കാറുകൾ ലോകത്ത് മുഴുവനുണ്ട്. അപ്പം കാർ എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിമാണ്. അതുപോലെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഇന്ന് 800 കോടി മനുഷ്യരുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തി ഹ്യൂമൻ ബീയിങ്സ് എന്നോ ഹ്യൂമാനിറ്റി എന്നോ മാൻ എന്ന്, പൊതുവെ മാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും മെന്നിനെയും വിമനെയും ഒക്കെ ഉൾപ്പെടുത്തി പറയാവുന്ന പദമാണ്. മാൻ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നെയിമാണ്. വാസ്തവത്തില് ഗോഡ് എന്ന് പറയുന്നതും ഇതുപോലൊരു ജനറിക് നെയിമാണ്. അതുപോലെ പ്രോപ്പർ നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ പേഴ്സണൽ നെയിം അല്ലെങ്കിൽ പേഴ്സണൽ നൗൺ എന്നൊക്കെ പറയാവുന്നത് ഒരു പ്രത്യേക വ്യക്തിയെ, അല്ലെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക കാറിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇന്ന നമ്പറിലുള്ള, ഇന്നാളുടെ ഉടമസ്ഥതയിലുള്ള ഇന്ന കാറ്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഉദാഹരണം എടുത്താൽ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മാൻ എന്നും പറഞ്ഞ് നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. മനുഷ്യൻ എന്നുള്ള ആ ജനറിക് നെയിമില് അല്ലെങ്കിൽ ജനറിക് നൗണില്, കോമൺ നൗണില് നമ്മളെല്ലാം ഉൾപ്പെടുത്താനായിട്ട് പറ്റും. എന്നാൽ ഒരു വ്യക്തിയെ, ജെയിംസ് എന്ന ഒരു വ്യക്തി, ഇന്നാളിന്റെ മകൻ ജെയിംസ്, ഇത്ര വയസ്സ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് പ്രോപ്പർ നെയിം എന്ന് പറയുന്നത്. അപ്പം ഈ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയില് സർവശക്തനായ ദൈവം തൊട്ട് ഹീബ്രു ലാംഗ്വേജിലും ആൻഷ്യൻ ലാംഗ്വേജിലൊക്കെ മജിസ്ട്രേറ്റ്സ് വരെയുള്ള വലിയൊരു റേഞ്ചാണ്. അതിനകത്ത് പാഗൻ ഗോഡ്സിനെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വിഗ്രഹങ്ങളെ ദൈവം എന്ന് വിളിച്ചാൽ അതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ബൈബിളിലും അങ്ങനത്തെ ഒരുപാട് യൂസേജസ് ഉണ്ട്. അന്യദൈവങ്ങളെ, ഇപ്പൊ യാക്കോബിന്റെ ഭാര്യ റേച്ചല് ലാബാന്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഗോഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബൈബിളിൽ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സ്മോൾ ജി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോഡ്. അതുപോലെ ഗോഡ്സ്, ഇങ്ങനെയുള്ള അനേക പദപ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. ധാരാളം സ്ഥലത്ത് ഈ ഗോഡ്സ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വലിയ പാൻതിയോൺ എന്ന് വേണേ വിളിക്കാം. അതിനകത്ത് അനേക ദൈവസങ്കല്പങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പം വാസ്തവത്തില് ദൈവമെന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായ സർവശക്തനായ അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു എറ്റേണൽ ഗോഡ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ അബ്രഹാമിന് വെളിപ്പെട്ടപ്പോൾ ഞാൻ ഓൾമൈറ്റി ഗോഡ് ആണെന്ന് പറഞ്ഞ് ആ പ്രത്യേക ദൈവവുമായിട്ട് തന്നെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ വെളിപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്കും വാസ്തവത്തില് മോശയ്ക്ക് മുമ്പ് തന്നെ ഈ ദൈവത്തെ അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നാമവിശേഷണങ്ങൾ ഉപയോഗിച്ച് ആ ഏക ദൈവമാണ്, ആ യുണീക്ക് ഗോഡാണ് എന്ന് വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന് വെളിപ്പെടുമ്പം തന്നെ ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. ഈ സർവശക്തന് ഒരാളെ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അതായത് 1000 പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിൽ ഒരാൾക്കേ പറ്റത്തുള്ളൂ അധികാരത്തിന്റെ കാര്യത്തിൽ. അല്ലാതെ പലർക്ക് സർവശക്തനാകാൻ പറ്റത്തില്ല. ഇപ്പം 1ാം നമ്പറുകാരനും 2ാം നമ്പറുകാരനും സർവശക്തനായാൽ
ഒന്നുകിൽ ഒന്നാം നമ്പറുകാരന്റെ മേൽ രണ്ടാം നമ്പറുകാരന് അധികാരം വേണം, അല്ലെങ്കിൽ രണ്ടാം നമ്പറുകാരന്റെ മേൽ ഒന്നാം നമ്പറുകാരന് അധികാരം വേണം. അപ്പൊ ആ 100 പേരടങ്ങിയ ഒരു കൂട്ടത്തില് ഒരാൾക്ക് മാത്രമേ ആ സർവശക്തൻ എന്നുള്ള പേര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തിയപ്പോഴ് വാസ്തവത്തിൽ ആ യുണീക് ഗോഡിനെ തന്നെയാണ് വെളിപ്പെടുത്തിയത്. പക്ഷെ ജനറിക് നെയിമിലാണ്. ആ ജനറിക് നെയിമിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാനായിട്ട് ദൈവം താൻ ഓൾമൈറ്റി ഗോഡാണ്, അല്ലെങ്കിൽ ഞാൻ സർവശക്തനാണ്, ബാക്കി എല്ലാറ്റിന്മേലും എല്ലാവരുടെ മേലും അധികാരമുള്ളവനാണ്, നിങ്ങൾ ഏത് ദൈവസങ്കല്പം കൊണ്ടുവന്നോളൂ, ആ ദൈവസങ്കല്പത്തിന്റെ മുകളിലാണ് ഞാനെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടത്. അത് വേണേൽ നമുക്ക് പിന്നീട് ആ വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ മോശയുടെ കാലത്താണ് ശരിക്കും ദൈവം തന്റെ പ്രോപ്പർ നെയിമിൽ ഞാനാണ് ആ സർവശക്തൻ, എൻ്റെ പേര് യാഹ്വേ എന്നാണ് എന്നും പറഞ്ഞ് ദൈവം വെളിപ്പെടുന്നത് വാസ്തവത്തില് മോശയുടെ കാലത്താണ്. ഇസ്രായേൽ മക്കൾക്കാണ് വെളിപ്പെട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രോപ്പർ നെയിം എങ്ങനെയാ ഇടുന്നത്? പ്രോപ്പർ നെയിം ഇടുന്നത് ആ ആളിന്റെയോ അല്ലെങ്കിൽ ഏത് സാധനത്തിനാ പേരിടുന്ന അതിന്റെയോ ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തില് ആദം എല്ലാവയ്ക്കും പേരിടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആദാം എല്ലാത്തിനും പേരിട്ടു. ആദാം എങ്ങനെയാ പേരിട്ടത്? ആദാം പേരിട്ടത് ഈ ഓരോന്നിന്റെയും സ്വഭാവത്തിനനുസരിച്ച. ഒരു ഉദാഹരണം പറഞ്ഞാല് സർപ്പന്റ് എന്നുള്ള വാക്കിട്ടു. എന്തുകൊണ്ട് ആദാം സർപ്പന്റ് എന്നുള്ള വാക്കിട്ടെ? ഹിസിങ്, പാമ്പിന് ഒരു ഹിസിങ് നോയിസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർപ്പന്റ് എന്നുള്ള പേരിട്ടെ. ബേർഡ് എന്നുള്ള പേരിട്ടത് എന്തിനാ? പക്ഷി. അത് ഹോപ്പിംഗ് എന്നുള്ള അർത്ഥത്തില. ഹോപ്പിംഗ്, ചാടിച്ചാടി പോകും. പ്രത്യേകിച്ച് തറയിലൂടെ നടക്കും പക്ഷികൾ ചാടിച്ചാടി പോകാറുണ്ട്. അതിൽ നിന്നാ ഹോപ്പിംഗ് എന്നുള്ള പേരിട്ടെ. ഫൗൾ എന്നുള്ള പേരിട്ട എന്തിനാ? കവേർഡ്, ശരീരം തൂവല് കൊണ്ടോ ചിറക് കൊണ്ടോ കവേർഡ് ആണെന്നുള്ള അർത്ഥത്തിലാണ് ഫൗൾ എന്നുള്ള പേരിട്ടെ. ഹോഴ്സ് എന്നുള്ള പേരിട്ട് സ്കിപ്പിംഗ് ഫോർ ജോയ്, സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന ജീവികൾ എന്നുള്ള അർത്ഥത്തിലാണ്. കാക്ക, റാവൻ എന്നുള്ള പേര് ഡസ്കി ഓർ ഡാർക്ക്, കറുത്തവര് അല്ലെങ്കിൽ കടും നിറമുള്ളവര് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാവ് അല്ലെങ്കിൽ ഡോവ്, ഫ്രം ദ വാംത് ഓഫ് ദെയർ മീറ്റിംഗ്, അവര് തമ്മിൽ ഇണചേരുമ്പം ഭയങ്കര സ്നേഹപ്രകടനം കാണാറുണ്ട്. ആ സ്നേഹപ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാവ് എന്നുള്ള പേരിട്ട്. ലയണ് അതിന്റെ വയലൻസിന്റെ പേരില്ല. കാറ്റിൽ എന്ന് പറയുന്നതിന് അതിന്റെ മ്യൂട്ട്നെസ്, സൗമ്യത, വലിയ ബഹളമില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഓരോ പ്രോപ്പർ നെയിമും ഇടുന്നത് ക്യാരക്ടറിന്റെ വെളിച്ചത്തിലാണ്. ആ പ്രോപ്പർ നെയിം ഉപയോഗിക്കുന്ന ആളിന്റെ ക്യാരക്ടറിന്റെ വെളിച്ചത്തിലാണ്. അപ്പം ദൈവം തന്റെ പ്രോപ്പർ നെയിം അബ്രഹാമിന് വെളിപ്പെടുത്തി തരികയാണ്. അത് ഞാൻ എവർ എക്സിസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ എറ്റേണൽ ആണെന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് വരുന്നത്. ടു ബി എന്നുള്ള അർത്ഥത്തിൽ, എല്ലായ്പ്പോഴും ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് യാഹ്വേ എന്നുള്ള പേരിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് യോദ് എന്ന് പറയുന്നത് മസ്കുലൈൻ ആണ്, സിംഗുലർ ആണെന്ന് അറിയിക്കാനാണ്. ബാക്കി 3 അക്ഷരങ്ങളുടെ ചേർത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു ബി എന്നാണ്. യോദ് ഹേ, വാവ് ഹേ, ആ ഹേ വാവ് ഹേ, ആ 3 അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബി, എല്ലായ്പ്പോഴും ഉള്ള ആള്, എറ്റേണൽ, എക്സിസ്റ്റന്റ്, എപ്പോഴും നിലനിൽക്കുന്ന ആള്, ആരും സൃഷ്ടിക്കാത്തവൻ, എന്നുമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം വാസ്തവത്തില് അത് ദൈവം തന്റെ ക്യാരക്ടറിന്റെ വെളിച്ചത്തിൽ താന് എങ്ങനെ അറിയപ്പെടുന്നു, അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഇനിമേലാൽ ലോകജാതികളുടെ ഇടയിൽ താൻ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ വെളിച്ചത്തിൽ ദൈവം തനിക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പേരാണ് ഈ യാഹ്വേ എന്നുള്ള പേര്. അത് നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടപോലെ പുറപ്പാട് 3:13-14, അതുപോലെ അതേ കാര്യം വീണ്ടും എടുത്ത് പറയുന്നുണ്ട് 6:2-3 വാക്യങ്ങളിൽ. 6:2-3 വളരെ ക്ലിയർ ആണ്. ദൈവം അവരോട് പറയുകയാണ്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഓൾമൈറ്റി ഗോഡ് എന്നുള്ള പേരിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്, സർവശക്തനായ ദൈവം എന്നുള്ള പേരിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മോശേ, നിനക്കും നിന്റെ ജനത്തിനും ഈ കാലത്ത് ഇതാ ഞാൻ വെളിപ്പെടുന്നു,
എവർ എക്സിസ്റ്റിംഗ്, ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒരു ദൈവമായിട്ട്. വാസ്തവത്തില് ഈ റെവലേഷൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും കൊടുത്തതിന്റെ തുടർമാനമായിട്ടുള്ള റെവലേഷൻ തന്നെയാണ്. ഒരു ഓൾമൈറ്റി ആയിട്ടുള്ള ഒരാള് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ആളും ആകാം. നമുക്കറിയാം അലക്സാണ്ടറിനെ കുറിച്ച് പറയുന്ന അലക്സാണ്ടർ 32 വർഷം വരെ ജീവിച്ചിരുന്നുള്ളൂ. വളരെ മൈറ്റൊക്കെ പ്രദർശിപ്പിച്ചു, പക്ഷേ ട്രാൻസിയന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളിനെ നമുക്ക് എല്ലാ കാലത്തേക്കുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷേ അബ്രഹാമിനോടൊക്കെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം ആ ആസ്പെക്റ്റ് ആണ്, തന്നെ കുറിച്ചുള്ള ആ ആസ്പെക്റ്റ് ആണ് വെളിപ്പെടുത്തിയത്. തന്റെ പേരായിട്ടല്ല വെളിപ്പെടുത്തിയതും. ഞാൻ ഓൾമൈറ്റി ഗോഡാണ്, എനിക്ക് സർവശക്തിയുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിനക്ക് മക്കളെ തരാൻ കഴിയും. യാക്കോബിനോടാണ് പറയുന്നത്, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഇസഹാക്ക് ആണെങ്കിൽ ഇസഹാക്ക് ആ പദം ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കാര്യങ്ങള് ദൈവം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷേ സർവശക്തനായതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ ക്യാരക്ടർ അവസാനിക്കുന്നില്ല. ഒരു എറ്റേണൽ ഗോഡ് ആണെങ്കിൽ എന്നും എന്നും ഇസ്രയേലിനോടൊപ്പം ഇരുന്ന് തന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നവനായ, ആ വാഗ്ദത്തത്തില് അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ആദ്യ വാഗ്ദത്തം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിന്നില് ലോകത്തിലെ സകല ജാതിയും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം ഉൾപ്പെടെ. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12:3 നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് മശീഹയെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി നിത്യത, അതിലെല്ലാം യേശുക്രിസ്തുവിലൂടെ സകലരെയും അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തിരുന്നു. അത് പാലിക്കാൻ എനിക്ക് ശക്തിയുണ്ടെന്നും പറഞ്ഞിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഐ ആം ദാറ്റ് മിസ്റ്റർ എറ്റേണൽ ഗോഡ് എന്നുള്ളത് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ഇപ്പൊ അടിമത്തത്തിലാണ്, നിങ്ങളെ ഇവിടുന്ന് യാത്ര ചെയ്യിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ച് കനാൻ ദേശത്ത് കൊണ്ടുപോയി നിങ്ങളെ അവിടെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിങ്ങളിലൂടെ മശീഹയെ കൊണ്ടുവരും, അങ്ങനെ ലോകത്തിൽ എൻ്റെ വലിയ പദ്ധതികളൊക്കെ നിങ്ങൾ വഴി നടപ്പിലാക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ അതിൻ്റെ അഷ്വറൻസ് ആണ് ദൈവം തൻ്റെ ഈ പേഴ്സണൽ നെയിമിലൂടെ ഈ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. നമ്മളെ സംബന്ധിച്ചും ഓൾമൈറ്റി ഗോഡാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് വലിയൊരു കോൺഫിഡൻസാണ്. അതുപോലെ തന്നെ ആ ദൈവം ഒരു എറ്റേണൽ ഗോഡാ, ഒരിക്കലും നമ്മളെ ഇട്ടിട്ട് പോകാത്തവൻ, ഒരു കാലത്ത് ഉപേക്ഷിക്കാത്തവൻ, നല്ലവനായവൻ. ഈ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. വാസ്തവത്തില് അതിന്റെ എറ്റേണൽ അഷ്വറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഐ ആം ദ സെൽഫ് എക്സിസ്റ്റന്റ് എറ്റേണൽ ഗോഡ് എന്നുള്ള മട്ടിൽ അതുവരെ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾ വരുമ്പോഴത്തേക്ക് ആ ദൈവത്തിന്റെ റെവലേഷൻ സമ്പൂർണമായിട്ടും കൊടുക്കുക. അപ്പം അന്നേരമാണ് ഈ നമ്മുടെ നവാസ് ഉന്നയിച്ച ചോദ്യം വരുന്നത്. ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ദൈവം മോറിയാമലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അവിടെ ചെന്നു. അവിടെ വെച്ച് വളരെ അത്ഭുതകരമായിട്ട് ഇസഹാക്കിന് പകരമായിട്ട് ഒരു ദാനത്തെ കൊടുക്കുന്ന ഒരു ലാമ്പിനെ, ഒരാടിനെ. വാസ്തവത്തിൽ ആ ആട് ഭാവിയിൽ വരാനുള്ള മശീഹ തമ്പുരാനെയാണ് കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അബ്രഹാം വലിയൊരു വാളും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിക്ക് ഓഫ് ദ മൊമെന്റിൽ, കാലസമ്പൂർണതയിൽ, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ദൈവം വെളിപ്പെടുകയാണ്, യെസ്, ഞാന് ഈ മരിക്കേണ്ടിയിരിക്കുന്ന ഇസഹാക്കിന് പകരം ഇതാ ഒരാടിനെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ മശിഹയെ ഒരുക്കുന്ന മനോഹരമായിട്ടുള്ള ആ സന്ദർഭം, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിനു പകരമായിട്ട് അവരുടെ ശിക്ഷാവിധി മുഴുവൻ ഏറ്റെടുത്ത്, മാത്രമല്ല അവരെ പാപസ്വഭാവം മാറ്റി അവരെ ദൈവമക്കളാക്കി തീർക്കുന്ന വലിയ രക്ഷയിക പ്രവൃത്തിയുടെ നിദാനമായിട്ടുള്ള ആ ഒരു ആടിനെ കൊടുക്കുന്ന സന്ദർഭം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അബ്രഹാം ആ സ്ഥലത്തിന് ജഹോവ ഇറേ എന്ന് പേരിട്ടു. നമ്മൾ അത് 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇറേ എന്ന് പേരിട്ടു. അപ്പം നഹാസിനെ പോലുള്ള പലരും അതുപോലെ നിരീശ്വരന്മാരും ഒക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ മോശയ്ക്ക് മുമ്പേ യഹോവ എന്നുള്ള ഈ പേര് ഇവർക്ക് ഫെമിലിയർ ആയിരുന്നുവോ? തീർച്ചയായിട്ടും ഫെമിലിയർ ആയിരുന്നു. കാരണം ഈ യഹോവ എന്നുള്ള പേരിന്റെ അർത്ഥം സെൽഫ് എക്സിസ്റ്റന്റ് എന്നാണ്. ഒരു ദൈവമായിരിക്കണേ സെൽഫ് എക്സിസ്റ്റന്റ് ആയേലേ പറ്റത്തുള്ളൂ. സെൽഫ് എക്സിസ്റ്റന്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റഡാ. ഒരു ക്രിയേറ്റഡ് ബീയിങ്ങിന് ഒരു ക്രിയേറ്റർ ഉണ്ട്, ആ ക്രിയേറ്റർ ആ ദൈവം. ഒരു ക്രിയേറ്റർ ബീയിങ്ങിന് ഒരിക്കലും
ഗോഡ് ആയിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ആദ്യ കാലത്ത് തന്നെ മനുഷ്യർക്ക് അറിയാവുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. എറ്റേണൽ ഗോഡ്, അല്ലെ ഗോഡ് ഷുഡ് ബി എറ്റേണൽ എന്നുള്ളത് ലോക ജാതിക്ക് മുഴുവൻ അറിയാവുന്നതാണ്. ഇത് ഗ്രീക്ക് ഫിലോസഫിയിലും ഒക്കെ എടുത്താൽ ഗോഡ് ഷുഡ് ബി അൺകോസ്ഡ്, ഗോഡ് ഷുഡ് ബി ഫസ്റ്റ് കോസ്, ഗോഡ് ഷുഡ് ബി അൺകോസ്ഡ് ഫസ്റ്റ് കോസ്. ദൈവം ആരും സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം, ദൈവം ആദ്യ കാരണനായിരിക്കണം. ആദ്യ കാരണം, എല്ലാരെയും സൃഷ്ടിക്കുന്ന, നമ്മള് DA C സൃഷ്ടിച്ചു, CA B സൃഷ്ടിച്ചു, BA A സൃഷ്ടിച്ചു. ആ A ആണ് ആദ്യകാരണൻ, ഫസ്റ്റ് കോസ്. അപ്പം ഒരു ഫസ്റ്റ് കോസ് ഗ്രീക്ക് ഫിലോസഫിയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവമായിരിക്കണമെങ്കിൽ ദൈവം ഒരു അൺകോസ്ഡ് ഫസ്റ്റ് കോസ് ആയിരിക്കേണ്ടതുണ്ട്. അത് ദൈവം എന്നുള്ള സങ്കല്പം, അല്ലെങ്കിൽ ദൈവം എന്നുള്ള വിശ്വാസം, ദൈവം എന്നുള്ള വ്യക്തിത്വത്തെ അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ എറ്റേണാലിറ്റി അംഗീകരിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളിനെ എത്ര സർവശക്തനാണേലും ആള് കോസ്ഡ് ആണെങ്കിൽ, ഉണ്ടാക്കപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ, നാച്ചുറലി ആര് സൃഷ്ടിച്ചു അവര് ദൈവമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ആ ആളിന് ദൈവമാകാൻ പറ്റത്തില്ല. അപ്പൊ എറ്റേണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വത്തിനെ ദൈവമാകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ കൺസെപ്റ്റ് മാനവജാതിക്ക് ആദ്യം തൊട്ടേ ഉണ്ട്. ആ എറ്റേണാലിറ്റി അംഗീകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പേരാണ് ജഹോവ. അതിന് ഒരു 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 വിശേഷണം കൂടെ കൊടുത്തു, ജിറേ, ദൈവം പ്രൊവൈഡ് ചെയ്യും, അല്ലെ ഗോഡ് അപ്പിയേഴ്സ് ഹിയർ എന്നുള്ള പദം. അപ്പം ഈ എറ്റേണൽ ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യം തൊട്ടേ ഉണ്ട്. ആ അർത്ഥത്തില് തീർച്ചയായിട്ടും ഈ മോശയ്ക്ക് മുമ്പ് തന്നെ യഹോവ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അപ്പൊ മോശയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി, യെസ് ഐ ആം ദാറ്റ് എറ്റേണൽ ഗോഡ്, മാത്രമല്ല മൈ നെയിം ഈസ് ജഹോവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അഷുറൻസ് തരുന്നുവോ അതൊക്കെ നിത്യതയോളം പാലിക്കാൻ കഴിയുന്ന ഒരു ഓൾമൈറ്റി ഗോഡാണ് ഞാൻ എന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നത് ഒരു ഓൾമൈറ്റി ഗോഡായിട്ടാ, സർവശക്തനായ ദൈവമായിട്ടാ. ഒരു പടിയൂടെ കടന്ന് ആ റെവലേഷന്റെ പൂർണ്ണതയിലേക്ക് ഈ ഭാഗത്ത് വരികയാണ്. ഐ ആം ദ എറ്റേണൽ ഗോഡ്, സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ്. അതുകൊണ്ട് പകുതിക്ക് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല, ഐ ആം വിത്ത് യു. അപ്പൊ നേരത്തെ ഇവർക്ക് ഈ ആശയം ഉണ്ടായിരുന്നിരിക്കണം. മാത്രമല്ല അതിന് പല തെളിവുകളുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 195 പ്രാവശ്യം ഈ യഹോവ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. KJV-യിലൊക്കെ ക്യാപിറ്റൽ LORD, അത് നമുക്ക് കണ്ടാ അറിയാം. അപ്പം ആ LORD നോക്കിയാൽ നമുക്കറിയാം ഒരു 200ഓളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിലും വലിയൊരു തെളിവാണ് ഇയ്യോബിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇയ്യോബ് യഹോവ എന്നുള്ള നാമം ഉച്ചരിക്കുന്നത് തന്നെയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇയ്യോബിനും അറിയാമായിരുന്നു. ഇയ്യോബ് അബ്രഹാമിന്റെ സമകാലികനായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നൊരു ഭക്തനായിരുന്നു. അപ്പം ഈ ഇയ്യോബ് 2-ാം അധ്യായത്തിൽ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറയുന്ന ആ വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം ഇയ്യോബ് തന്നെ യഹോവ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വാസ്തവത്തില് ഈ മോശയ്ക്ക് വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ യഹോവ എന്നുള്ള പദം അവർക്ക് ഫെമിലിയർ ആയിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ യഹോവ തന്നെ ഐ ആം ജഹോവ, യു മേ കോൾ മീ യഹോവ, ജഹോവ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ സമയത്താണ്. അപ്പം ശരിക്കും ദൈവത്തിന്റെ വിലാസം, അല്ലെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ അഭിസംബോധനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഏതോ ഒരു ജെയിംസ് ബോണ്ട് പിക്ചറിലും കണ്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. ഐ എം ജെയിംസ് ബോണ്ട് എന്ന് ജെയിംസ് ബോണ്ട് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ഡയലോഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവം അബ്രഹാമിന് ഐ ആം യഹോവ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ ഈ എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്.
അത് നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് വളരെ കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2-ാം വാക്യത്തില് ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്യുന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ആ പ്രോപ്പർ നെയിമിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കിയാലും നമുക്ക് അതിനകത്ത് 200 പ്രാവശ്യത്തോളം ഈ പദം ഉപയോഗിച്ചെങ്കിൽ ഒരു ഭാഗത്തും യഹോവ, ഞാൻ യഹോവയാണ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ഉൽപ്പത്തി പുസ്തകവും എഴുതിയത് മോശ തന്നെയാണ്. അപ്പം നമ്മള് ഗാന്ധിജി 1869 പോർബന്തറിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ, ഈ 69 ഗാന്ധിജിക്ക് ഗാന്ധിജി എന്നുള്ള പേരേ ഇല്ല. ഒരു കുഞ്ഞാ അല്ലെ, ജനിച്ചപ്പോ ഒരു ഇൻഫന്റ് ആണ്. ഇൻഫന്റ് എന്നുള്ള പേരാ. ആശുപത്രികളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പല മാതാപിതാക്കളും നേരത്തെ പേരൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പണ്ടാന്നെ 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞാൽ പേരിടുന്നത്. അപ്പൊ അതുവരെ കുഞ്ഞു മാത്രമാണ്. അപ്പം ഗാന്ധിജി 1869 ജനിച്ചു എന്ന് പറഞ്ഞാൽ, പോർബന്തറിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ, അന്ന് ഗാന്ധിജിയുടെ പേരുണ്ടെന്നൊന്നും അർത്ഥമില്ല. ഈ ഗാന്ധിജി ജനിച്ച കാര്യത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരാള് ഇന്ന് എഴുതുമ്പോൾ നമ്മൾ പറയുന്നു ഗാന്ധിജി 1869 ജനിച്ചു എന്ന് പറഞ്ഞതുപോലെ, മോശെ BC 1500 അടുപ്പിച്ച് അല്ലെങ്കിൽ 1450 അടുപ്പിച്ച് 2000 തൊട്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ മോശയ്ക്ക് അറിയാമായിരുന്നു. ഈ അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ യഹോവ എന്നുള്ള പദം വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അതിന് ആ ഭാഗത്തൊന്നും ആദാമിനൊന്നും യഹോവ എന്നുള്ള പേരിൽ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ മോശയ്ക്ക് അറിയാമായിരുന്നു, എഴുത്തുകാരന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ആളിനെ, മോശയ്ക്ക് പേഴ്സണൽ നെയിം അറിയാവുന്ന ആ ആളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് മോശ ആ ഭാഗങ്ങളിലൊക്കെ പിന്നീട് വെളിപ്പെട്ട ആ പേഴ്സണൽ നെയിം ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് യഹോവ എന്നുള്ള കൺസെപ്റ്റ്, യഹോവ സെൽഫ് എക്സിസ്റ്റിംഗ് ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് വാസ്തവത്തിൽ മോശയ്ക്ക് മുമ്പ് തന്നെ ഉണ്ട്. പക്ഷേ യഹോവ തന്നെ സ്വയം യഹോവ എന്ന പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോശയ്ക്കാണ്. അത് നമ്മൾ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ആ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇൻകൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷനോ ഒന്നും ഒട്ടുമില്ല. ഇനിയും ഈ യഹോവ ഞാൻ സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡ് ആണെന്ന് വെളിപ്പെടുത്തിയ ആ ക്രിസ്ത്യൻ വെളിപ്പാട് അതുല്യമായ വെളിപ്പാട്. ലോകത്തില് വേറൊരു ജാതിക്കും ഒരു ദൈവവും ഐ ആം സോ ആൻഡ് സോ എന്നും പറഞ്ഞ് വെളിപ്പെട്ടിട്ടില്ല. നമ്മള് നഹാസിന്റെ കൺസെപ്റ്റിൽ തന്നെ ഒരു ജനറിക് നെയിമിലുള്ള വെളിപ്പാടേ ഉള്ളൂ. വാസ്തവത്തിൽ ആ ജനറിക് നെയിമിനെ അവരൊരു പ്രോപ്പർ നെയിമായിട്ട് മാറ്റി. അതിനെക്കുറിച്ച് എനിക്കറിയാം. അതായത് അവരുടെ മക്കായിലുള്ള അവരുടെ കാബയിലുള്ള ആ ദേവാലയത്തിലുള്ള 360 ദേവന്മാരില് 359 നശിപ്പിച്ചിട്ട് ഒരു പാഗൻ ഗോഡിനെ, വാസ്തവത്തിൽ അതൊരു ആ പാഗൻ ഗോഡ് ഒരു വെറും ജനറിക് ഗോഡാ, ഒരു പാഗൻ ഗോഡാ, ഒരു വിഗ്രഹ ദൈവമാണ്. ആ വിഗ്രഹ ദൈവത്തെ ഇന്ന് അവര് ശരിയാ പ്രോപ്പർ നെയിമായിട്ട് അള്ളാഹുവിനെയൊക്കെ അവര് മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും അള്ളാഹു ഞാന് എവർ എക്സിസ്റ്റിംഗ് ഗോഡ് ആണെന്നോ അല്ലെങ്കിൽ ഓൾമൈറ്റി ഗോഡ് ആണെന്നും പറഞ്ഞോ ശരിക്കും ഈ മുഹമ്മദിനും ജനങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്യുന്നില്ല. മറിച്ച് ഇത് അള്ളാഹു തന്നെയാണോ വെളിപ്പെടുത്തിയെന്ന് അറിയത്തില്ല. അള്ളാഹു ഗബ്രിയേൽ വഴിയാണോ വെളിപ്പെടുത്തിയെന്ന് ആർക്കും അറിയത്തില്ല. ഇനിയും ഇത് ഒരു വെറും സ്വപ്നമായിരുന്നോ തോന്നലാണോ എന്നൊന്നും അറിയത്തില്ല. ഭാര്യയുടെ കസിന്റെ സഹായത്തോടെ പറഞ്ഞ് മുഹമ്മദിനെ ബോധ്യപ്പെടുത്തിയൊക്കെയാണ് ഇത് അള്ളാഹുവാണ് ദൈവമാണ് വെളിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ വെളിപ്പാടെന്ന് പറയുന്നത് ഈ മുഖാമുഖമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഐ ആം ജഹോവ എന്ന് പറഞ്ഞ് സ്വന്തം പേര് പറഞ്ഞ് ദൈവം വെളിപ്പെടുത്തുന്ന ഈ ബൈബിളിലെ വെളിപ്പെടുത്തലുമായിട്ട് പുലബന്ധം പോലുമില്ല. അബ്രഹാമും അതുപോലെ ഐസക്കും ഇസഹാക്കും യാക്കോബും ഒക്കെ നേരിൽ അവരോട് ദൈവം സംസാരിച്ചു. മോശയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബേണിംഗ് ബുഷ്, ഹോരേബിൽ വെച്ച് ബേണിംഗ് ബുഷില് വളരെ അത്ഭുതകരമായ ഒരു സന്ദർഭത്തിലൂടെ ഞാൻ യഹോവയാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ഞാൻ യഹോവയാണെന്നുള്ള കാര്യം മോശയെ ബോധ്യപ്പെടുത്തി. മോശയുടെ ജീവകാലത്ത് ഒരിക്കലും അത് യഹോവയാണ് എന്നൊരു സംശയത്തിന്റെ ഒരു സാധ്യതയും ഇല്ലാതെ വന്നു.
അത് കഴിഞ്ഞ് അനേക അത്ഭുതങ്ങളിൽ മിസ്രൈമിൽ ഒരു 10-15 അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. പ്ലേഗും അതുപോലെ വടി നിലത്തിട്ടത് അതിനെ തിരിച്ചെടുക്കുന്നത്, അതുപോലെ മിസ്രൈമ്യ മന്ത്രവാദികൾ ഉണ്ടാക്കിയ വടിയെ മോശയുടെ പാമ്പ് വിഴുങ്ങിയത്, അതുപോലെ കയ്യ് മാറിടത്തിലിട്ട് ഇപ്പം കുഷ്ഠം പിടിച്ചത്, അത് കുഷ്ഠം മാറിയത്, എത്രയോ അത്ഭുതങ്ങളാണ്. അത് കഴിഞ്ഞ് ചെങ്കടൽ പിളർത്തിയത്, അതുപോലെ മന്ന കൊടുത്തത്, വെള്ളം കൊടുത്തത്, എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഏറ്റവും അത്ഭുതങ്ങളിൽ അത്ഭുതം ഒരു പക്ഷെങ്കില് ദൈവം നേരിട്ട് സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ 30 ലക്ഷം ജനങ്ങളുടെ മുന്നിൽ മോശയോട് സംസാരിക്കുകയും ഈ 30 ലക്ഷം ജനങ്ങൾക്കും ബോധ്യമായി ഇത് ദൈവമാണ്, ഇത് യഹോവയാ, ഇത് സെൽഫ് എക്സിസ്റ്റന്റ് ഗോഡാണ്, ഓൾമൈറ്റി ഗോഡാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തില് ദൈവം തന്നെ വെളിപ്പെടുത്തുക. നമ്മളവിടെ വായിക്കുന്നുണ്ട്, മല നിന്ന് ഇങ്ങനെ തീ കത്തുക. ദൈവം തീ കൊടുത്ത മല കത്തുന്ന എങ്ങനെ ആയിരിക്കും? ഒരുപക്ഷെ ബ്രൈറ്റസ്റ്റ് ഫയർ എവർ പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും, അല്ലെ? ഏറ്റവും ഉജ്ജ്വലമായ പ്രകാശമായിരുന്നിരിക്കണം ആ പ്രകാശം. മാത്രമല്ല അതേ സമയത്ത് അവിടെ കൂരിരുട്ടുണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 68-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ മഴ പെയ്യുകയായിരുന്നു, ഭയങ്കര മഴ പെയ്യുകയായിരുന്നു. അതുപോലെ വലിയ ഇടിമിന്നലും വലിയ ശബ്ദവും ലൈറ്റ്നിങ്ങും കൊല്ലിയാനും എല്ലാം ഉണ്ടായിരുന്നു. നമ്മള് എബ്രായ ലേഖനം 12-ന്റെ അവസാന ഭാഗത്ത് അതിനെ കുറിച്ച് വായിക്കുമ്പോൾ ജനം എല്ലാം ഭയപ്പെട്ടു പോയി, മോശയും വിറച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തില് ജനമെല്ലാം കൂടെ വന്ന് മോശയോട് പറയുകയാണ്, ജനമെല്ലാം കൂടെ ഒരു നിവേദനം നൽകുക, യഹോവ സംസാരിക്കുന്ന, യഹോവയോട് നേരിൽ സംസാരിക്കുന്നത് കണ്ട് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ഇനിമേലാൽ നീ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് അനുസരിച്ചോളാം എന്ന് ജനം എല്ലാം കൂടെ വലിയ നിവേദനം കൊടുക്കുക. എന്താ അതിന്റെ അർത്ഥം? എന്തോ ഒരു റെവലേഷൻ, ഐ ആം ജഹോവ ദ ഓൾമൈറ്റി ഗോഡ് എന്നും പറഞ്ഞ് ദൈവം നേരിട്ടിറങ്ങി വന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ യഹോവ തന്നെ വെളിപ്പെടുത്തുക. ഇതാണ് ബിബ്ലിക്കൽ റെവല്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യഹോവ നാച്ചുറലി ഒരു ദൈവത്തെ കുറിച്ച് സങ്കല്പിച്ചാൽ എക്സിസ്റ്റന്റ്, എവർ എക്സിസ്റ്റന്റ് ഗോഡ്, അല്ലെ എറ്റേണൽ ഗോഡ് എന്നുള്ള സങ്കല്പത്തില്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ വന്നേലേ പറ്റത്തുള്ളൂ. എവർ എക്സിസ്റ്റന്റ് അല്ലാത്ത, യഹോവയല്ലാത്ത ഒരു ദൈവം അല്ല. ഒരു ദൈവമാണെങ്കിൽ യഹോവയാണ്. ആ യഹോവ എവർ എക്സിസ്റ്റന്റ് ആണ്. ആ അറിവ് വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും ഉള്ള അറിവാണ്. അപ്പം മോശയ്ക്ക് മുമ്പും യഹോവ എവർ എക്സിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈ ദൈവം ഒരു യഹോവയാണെന്നുള്ള അറിവുണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ അറിവായിരുന്നു. യഹോവ ഒരിക്കലും തന്നെ അവർക്ക് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ പുറപ്പാട് ദിവസം 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഒക്കെ വരുമ്പം ദൈവം എക്സ്ക്ലൂസീവായിട്ട് ഇവരോട് പറയുക, ഐ ആം ജഹോവ. പിന്നെ പുറപ്പാട് പുസ്തകം മുഴുവൻ തന്നെ അങ്ങ് വെളിപ്പെടുത്തുക, കൺവിൻസിംഗ്ലി. ഒരു ആളിനും ഒരു തർക്കുത്തരവും പറയാൻ കഴിയാതെ വേണം. ഇതിന് ശാസ്ത്രീയമായ ഒരുപാട് അടിത്തറയുണ്ട്. ഇസ്രായേൽ മക്കൾ ക്രോസ് ചെയ്ത സ്ഥലത്തൊക്കെ എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പഴയ രഥത്തിന്റെയൊക്കെ അംശങ്ങളുണ്ട്. അതുപോലെ അവിടെ കോറൽ, കടൽപ്പൂവ്, കോറല്, ഈ കടലിൽ വളരുന്ന കോറൽ എന്നും പറഞ്ഞ ചെറിയ ജീവിയുണ്ട്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ജീവിയാണ്, മണലി ജീവിക്കത്തില്ല. പക്ഷേ ഇവർ ക്രോസ് ചെയ്ത സ്ഥലത്ത് ഇവരുടെ ഉപകരണങ്ങളൊക്കെ അടിഞ്ഞുകൂടിയതുണ്ട്. അവിടെ അത്രയും ഭാഗത്ത് മാത്രം കോറൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കടലിന്റെ അടിയില് ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ച പാത ഇന്നും ദൈവം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തക്ക വിധത്തില് അത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല സീനായി ഇന്ന് പല പണ്ഡിതന്മാരും ചിന്തിക്കുന്ന ഒരു മലയുണ്ട്, അതിന്റെ മുകൾ മുഴുവൻ കറുത്ത് ചാറ് പിടിച്ചിരിക്കുന്നത് പോലുള്ള ഒരവസ്ഥ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3000 അടി ഉള്ള ഹൈറ്റ് ഉള്ള ഒരു മലയാണ്, 1500 അടിയോളം ഹൈറ്റ് ഉള്ള ഒരു മലയാണ്. അതിന്റെ മുകളില് കത്തി പ്രകാശിച്ചതിന്റെ തെളിവുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തുമാകട്ടെ, ശരിക്കും ഈ ജനത്തോട് ദൈവം കൃത്യമായിട്ട് വ്യവഹരിക്കുകയും ഞാൻ യഹോവയാകുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ യഹോവയെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ അവർക്ക് മുന്നമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യഹോവയെ കുറിച്ച് ഇയ്യോബും അബ്രഹാമിന്റെ സമകാലീനായ ഇയ്യോബും അതുപോലെ തന്നെ സൃഷ്ടിയുടെ സമയം തൊട്ടുള്ള നറേറ്റീവിൽ മോശയും യഹോവ എന്നുള്ള പദം വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു തെറ്റുമില്ല, അതിനകത്ത് ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഈ യഹോവ തന്നെ ദൈവം എന്നുള്ളത് ആരും സമ്മതിക്കത്തക്ക വിധത്തിലുള്ള ഒരു സത്യമാണ്. മറിച്ച് വെറും അള്ളാഹു എന്നൊക്കെ പറയുമ്പോൾ അനേക പാഗൻ ഗോഡ്സ് ഒക്കെ അടങ്ങിയ വലിയ പാന്തിയനിലെ ഒരു അംഗമെന്നേ വരുന്നുള്ളൂ. ഒരു ജനറിക് വേർഡിന് അതിനപ്പുറം ഒരു പ്രസക്തി ഇല്ല. അള്ളാഹു എന്നുള്ള ജനറിക് വേർഡ് നമ്മൾ ഉപയോഗിച്ചാൽ
ബൈബിളിൽ തന്നെ ദൈവങ്ങൾ എന്നുള്ള പദം അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 81, 82, 83 സങ്കീർത്തനം, 86 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് ദേവന്മാരെന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ ജിയിൽ ആരംഭിക്കുന്ന ഗോഡ്സാ. അവിടെ പലതും അവരുടെ മജിസ്ട്രേറ്റ്സിനെ കുറിച്ച്, ന്യായാധിപന്മാരെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ദൈവങ്ങളെന്ന് ഉപയോഗിച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങള് ന്യായമായി വിധിപ്പീൻ എന്നുള്ള കൽപ്പനയൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ആ ദൈവസഭ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് വാസ്തവത്തില് അവരുടെ മജിസ്ട്രേറ്റ്സിനെ കുറിച്ചൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവരിൽ ഒരുവനായിട്ട് മാറുകയാണ് അള്ളാഹു. ഒരു ജനറിക് ഗോഡാണ് എന്ന് പറയുമ്പോൾ, ഇനി അല്ല ഒരു പേഴ്സണൽ ഗോഡാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി അതിലും സങ്കടകരമാണ്. കാബയിലെ 360 359 നശിപ്പിച്ചിട്ട് അതിലൊന്നിനെ നിത്യദൈവമായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു പാഗൻ കൺസെപ്റ്റാണ്. അതുമായിട്ടൊന്നും ബൈബിളിലെ യഹോവയെ കമ്പയർ ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യഹോവ എന്നുള്ള പദം നിത്യമായ രക്ഷയ്ക്ക്, ഓരോ മനുഷ്യന്റെയും മശിഹയിലൂടെയുള്ള രക്ഷയ്ക്ക്, അല്ലെങ്കിൽ അബ്രഹാമിന് 12:3 ദൈവം വാഗ്ദത്തം ചെയ്ത നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, അതില് ഇന്ത്യൻ വംശത്തിൽപ്പെട്ട നമ്മളും ഉൾപ്പെട്ടിരുന്നു. നമ്മുടെയൊക്കെ നിത്യരക്ഷയ്ക്ക് ഈ യഹോവയുടെ റെവല്യൂഷൻ ആണ് അടിസ്ഥാനമായിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം ആ നിത്യ രക്ഷ ലഭിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ സർവശക്തൻ മാത്രമായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അലക്സാണ്ടർ വളരെ ശക്തിയുള്ള ആളായിരുന്നു, പക്ഷേ 32 വയസ്സിൽ ചത്തുപോയി. അപ്പം സർവശക്തനായ ആ ദൈവം സെൽഫ് എക്സിസ്റ്റന്റും നിത്യനും കൂടെ ആകുമ്പോൾ യെസ്, നമ്മുടെ നിത്യരക്ഷ അവന് അഷ്വർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തങ്ങളുടെ പാപങ്ങൾക്കായിട്ട് യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ച് പാപമോചനം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.